പൗലോസിൻ്റെ പ്രസംഗങ്ങളിൽ പൗലോസ് കൂടുതൽ ഉദ്ധരിച്ചത് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എല്ലാവരും മരണം വരെ പ്രസംഗിക്കുന്നവരാണ്. മരണത്തിനപ്പുറത്തേക്കാണ് യേശു എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും, നിങ്ങൾ മരിച്ചാലും ജീവിക്കും. ഇതൊക്കെയാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത ഉറപ്പ്. എന്നിട്ട് അവർ കാണുക മരിച്ചു, അവർ കാണുക ഉയർത്ത് അവരുടെ നടുവിൽ കയ്യും കാലും കാണിച്ചു, അവർ കാണുക സ്വർഗത്തിലേക്ക് പോയി. ഉറപ്പ് കൊടുത്തു. പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ് കർത്താവ് അവർക്ക് കൊടുത്തു. പിന്നീട് നമ്മൾ വായിക്കുന്ന അവർ സന്തോഷിച്ചും കൊണ്ട് അവരവരുടെ വീട്ടിലോട്ട് പോയെന്നല്ല, ദേവാലയത്തിൽ ചെന്ന് രാപ്പകൽ ദൈവത്തെ വാഴ്ത്തി പോന്നു. ഈ മരിച്ചാൽ ഉയർക്കുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ അങ്ങനെയുള്ളവരെ കുലുക്കാൻ ആർക്കും കഴിയില്ല. അതൊരു വലിയൊരു ഉറപ്പാ. മരണാനന്തര ജീവിതം ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ്. പുതുതായി ജനിക്കുക എന്നുള്ളത് യേശു നിക്കോദിമോസിനോട് പറഞ്ഞ കാര്യമാണ്. ഒന്നും കൂടി ജനിക്കണം, അങ്ങനെയുള്ളവർക്ക് മരിക്കാൻ കഴിയില്ല. അപ്പോൾ 2 പ്രാവശ്യം ജനിക്കുന്നവർക്ക് പിന്നെ ഒരു മരണമേ ഉള്ളൂ, അത് ശാരീരിക മരണമാണ്. ഒന്ന് അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു, രണ്ടാമത് വീണ്ടും ജനിച്ചു, ആ വ്യക്തിക്ക് ഒരു മരണമുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം ജനിച്ച വ്യക്തിക്ക് 2 മരണമുണ്ട്. ഒന്ന് ശാരീരിക മരണം, അടുത്തത് നിത്യമരണം. അപ്പോൾ 2 പ്രാവശ്യം ജനിക്കുക. ഒന്ന് ജനിച്ചു, രണ്ടാമതൊന്നുകൂടി ജനിച്ചു, പുതുതായി ജനിച്ചു, വചനത്തിൽ നിന്ന് ജനിച്ചു. അപ്പൊ ദൈവവചനത്താൽ ജനിക്കുക, കെടാത്ത ബീജത്താൽ അല്ലെങ്കിൽ ഉൾനട്ടതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്രോസിനും യോഹന്നാനും പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചു. ഇത് കെട്ടുപോകുന്നതല്ല, ഇത് കെടാത്തതാണ്. തീക്ക് കെടുത്തി കളയാൻ കഴിയില്ല, പ്രതികൂലങ്ങൾക്ക് കെടുത്തി കളയാൻ കഴിയില്ല ഈ ജീവനെ. വാളിനോ ആപത്തിനോ ഒന്നിനും ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇത് നിത്യജീവനാണ്, ഇത് മരണാനന്തര ജീവനാണ്. ഈ ഒരു അറിവാണ്, ഈ ഒരു സത്യത്തിൻ്റെ ബോധ്യമാണ് അപ്പോസ്തലന്മാരെ രക്തസാക്ഷികളാകാൻ പോലും ധൈര്യപ്പെടുത്തിയത്. അവരാരും പേടിച്ചില്ല. ബൈബിളിൽ നിന്ന് നല്ല ബോധ്യങ്ങളെ പ്രാപിക്കുക, ഈ സത്യവചനത്തെ ഹൃദയപൂർവ്വം വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വായിക്കുക. കർത്താവ് വലിയ ഉറപ്പും ധൈര്യവും നിങ്ങൾക്ക് തരും. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി യേശുവിനെ ആരാധിക്കാം. പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരവൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്കന്നേ, നിൻ കരവൻ മേൽ വയ്ക്കാം,
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ ഹൃദയം, എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യേശുവേ, ഞങ്ങളൊന്ന് ശുദ്ധി ചെയ്യണം കർത്താവ്. ഒരു പൊന്നിനും ഒരു മുത്തിനും സ്വയമായി ശുദ്ധി ചെയ്യാൻ കഴിയില്ല. തട്ടാൻ അതിനെ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ വിലയേറിയതായി ഒരു കീടവുമില്ലാതെ വരുന്നത് വരെ അഗ്നിയിൽ ശോധന ചെയ്ത് ഞങ്ങളൊന്ന് പുറത്തെടുക്കണമേ കർത്താവ്. ഞങ്ങളുടേതെല്ലാം വെണ്മയായി തീരട്ടെ കർത്താവേ. ഞങ്ങളെ മുഴുവനും സർവസ്വവും അങ്ങയുടെ അഗ്നി കൊണ്ടൊന്ന് കത്തിക്കണമേ കർത്താവേ. വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. തീരട്ടെ മുഴുവനും യേശുവേ, വെണ്മയാ തീരട്ടെ
ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മളിങ്ങനെ നഥനയേലിന്റെ ചരിത്രം ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിലെ ഒരു പ്രധാന വിഷയമാണ്. നഥനയേലിനെ കണ്ട് കർത്താവ് വ്യത്യസ്തമായി സംസാരിച്ചു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. കർത്താവ് നമ്മിൽ നിന്ന് കാത്തിരിക്കുന്നത് കപടമില്ലാത്ത ഒരു ജീവിതം. യേശു പറഞ്ഞു, ഈ കേട്ട വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. നിഷ്കളങ്കരായി മാറുക, വിശുദ്ധരായി മാറുക. കാരണം സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിർമ്മലരാണ്. നാം സ്വർഗത്തേക്കാൾ വിലയേറിയവരായി മാറും യേശുവിൻ്റെ വചനത്താൽ കഴുകൽപ്പെടുമ്പോൾ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നാം സ്വർഗത്തേക്കാൾ വിശുദ്ധരായി മാറും. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളവരായി മാറും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠരാണ്. ഭൂമിയിലുള്ള വിശുദ്ധർ എന്താണ്? ഭൂമിയിൽ ഏറ്റവും വലിയ പാടാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ. സ്വർഗത്തിലുള്ള വിശുദ്ധരോ എന്നല്ല, സ്വർഗം വിശുദ്ധിയുടെ ഇടമാണ്. ഭൂമിയിലുള്ള വിശുദ്ധരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠരാണ്. ദൈവം പ്രസാദിക്കുന്നത് വിശുദ്ധന്മാരിലാണ്. നഥനയേലിനെ കണ്ടപ്പോൾ ദൈവത്തെ പുത്രനെ പ്രസാദമായി. അബ്രഹാമിനോട് പോലും ദൈവം 99-ാമത്തെ വയസ്സിൽ പറയുന്നത്, ഉൽപ്പത്തി 17 കിടപ്പുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ ഇരുന്ന് നിഷ്കളങ്കനാകുക എന്നല്ല, നടന്ന്. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചർച്ചിൽ ഫുൾ ടൈം ഇങ്ങനെ 40 ദിവസം 50 ദിവസം 100 ദിവസം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നടക്കുമ്പോഴാണ് വിഷയം. റോട്ടിൽ കൂടി നടന്ന് നിഷ്കളങ്കനാകുക, കോളേജിൽ പോകുമ്പോൾ നിഷ്കളങ്കനാകുക, ജോലിക്ക് പോകുമ്പോൾ നിഷ്കളങ്കനാകുക, ബസ്സിൽ കയറുമ്പോൾ നിഷ്കളങ്കനാകുക. നടക്കുമ്പോൾ പലതും ആവശ്യമില്ലാത്തൊക്കെ കാണും, അവിടെയൊക്കെ നിഷ്കളങ്കനാകുക. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകുക. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്ന അബ്രഹാം കവണ് വീണെന്ന്. അതിൻ്റെ അർത്ഥം, എൻ്റെ കർത്താവേ, വയസ്സ് 99 ഇതുവരെ അത് നടന്നിട്ടില്ല, നടക്കുന്നില്ല, ഞാൻ നിന്റെ സന്നിധിയിൽ വീഴുകയാണ്. ദൈവസൽ വീഴുക. നമുക്ക് കഴിയാത്തത് കർത്താവ് സാധിപ്പിച്ച് തരും. കർത്താവിൻ്റെ അമിത ബലം നമ്മുടെ മേൽ വന്നാൽ, അതായത് വചനമാണ് ഏറ്റവും വലിയ ബലം. അതാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. വചനം അമിത ബലമാണ്. എങ്ങനെ അറിയാം? എബ്രായ ലേഖനം 1:3 സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഏറ്റവും വലിയ ബലം ദൈവവചനമാണ്. യേശു ആരാണ്? ദൈവവചനമാണ്. സകലത് അവൻ മുഖാന്തരം ഉളവായി. സകലത്തെ ഉളവാക്കാൻ കഴിയുന്ന ബലം വചനമാണ്. ദൈവവചനത്തിലാണോ നിങ്ങൾ എല്ലാ രീതിയിലും അഭിവൃദ്ധിപ്പെടും. നിങ്ങളിൽ ജീവൻ ഉണ്ടാകും. അത് വെളിച്ചമായി മാറും. അത് ഇരുളിനെ തോൽപ്പിക്കുന്ന വലിയ വെളിച്ചമായിരിക്കും. ഇരുളിനെ അതിനെ പിടിച്ചടക്കാൻ കഴിയില്ല. ഇതൊക്കെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചാണ്. ഇരുളിന് നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം വചനത്താൽ നിറഞ്ഞിരിക്കുന്നു. ഹൃദയം മുഴുവനും വചനം, ചിന്തകൾ മുഴുവനും വചനം. ദൈവം മോശയുടെ ശിഷ്യനായ യോശുവയോട് പറഞ്ഞു, എൻ്റെ ദാസനായ മോശ മരിച്ചു, നീ പേടിക്കണ്ട, നീ പുറപ്പെട്ട് കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്തു. രാപ്പകൽ എൻ്റെ വചനം ധ്യാനിച്ചാൽ മതി. നിന്റെ കൈകളെല്ലാം തൊടുന്നത് വിജയമാകും. നിന്റെ ജീവകാലത്ത് ആരും നിന്റെ നേരെ നിൽക്കില്ല. കാരണം പോകുന്ന ദേശത്ത് ഒത്തിരി മലന്മാരുണ്ട്.
അവരെ എല്ലാം നീ തോപ്പിച്ച് കളയും. നിന്റെ നേരെ നിൽക്കാൻ അവരെ ഞാൻ അനുവദിക്കില്ല. കാരണം നീ വചനത്തിൽ രാപ്പകൽ അങ്ങോട്ട് നിന്നാ മതി. വചനത്തിൽ നിൽക്കുന്നവനെ തോൽപ്പിക്കാൻ പറ്റിയ ഒന്നും ഈ ഭൂമിയിലില്ല. യോശുവേ, ധൈര്യമായിട്ട് പോയിക്കോ. നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ അവകാശത്തിൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇനി ഇരിക്കില്ല. നീതിമാന്റെ അവകാശത്തിൽ. യോശുവേ, ധൈര്യമായിട്ട് പോയിക്കോ. യോശുവ കാല് വെച്ചിടത്തെല്ലാം ദൈവത്തിന്റെ കരം ചലിച്ചു. ഒരു ദിവസം ദൈവം ഇടിവെട്ടിച്ച് കുറെ പേര്, കൽമഴ പെയ്യിച്ച് കുറെ പേരെ തോൽപ്പിച്ചു. അന്നത്തെ യുദ്ധം തീർന്നില്ല. വൈകിട്ട് 6 മണിയായപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അടുത്ത ദിവസത്തേക്ക് പിന്നെ യുദ്ധം വെക്കേണ്ടി വരും. യോശുവയ്ക്ക് നിർബന്ധം, ഇന്ന് തീർക്കണം. സൂര്യനോട് പറഞ്ഞു, പോകരുത്, അവിടെ നിൽക്ക്. നീ പോയാൽ ഇവിടെ ഇരുട്ട് വരും. നീ ഇവിടെ നിന്നാൽ എനിക്ക് യുദ്ധം ഒന്ന് തീർക്കാം. ഒരു 3-4 മണിക്കൂർ കൂടി കിട്ടിയാൽ ഇതെല്ലാം തീർക്കാം. ചന്ദ്രനോട് പറഞ്ഞു, ഈ സമയത്ത് വരണ്ട, നീ അവിടെ നിന്നു. ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ചതുപോലെ അതുപോലെ ഒരു ദിവസം ഉണ്ടായിട്ടില്ലെന്ന്. രാപ്പകൽ വചനത്തിൽ നിൽക്കുന്നവർ വിശുദ്ധരാണ്. ആ യോശുവയോട് 5-ാം അധ്യായത്തിന്റെ ഒടുവിൽ സൈന്യത്തിന്റെ അധിപതിയായിട്ടൊരു ദൂതന്മാരുടെ ക്യാപ്റ്റൻ ഇറങ്ങി വന്നേക്കാണ്. യോശുവ ചോദിച്ച, നീ ശത്രുപക്ഷത്താണ്, എൻ്റെ പക്ഷത്താണ്, ഞങ്ങളുടെ പക്ഷത്താണോ? അപ്പൊ ആ ദൂതൻ പറഞ്ഞു, ഞാൻ സൈന്യത്തിന്റെ അധിപതിയായിട്ട് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു. എന്തെങ്കിലും അടിയനോട് പറയാനുണ്ടോ? യോശുവയ്ക്ക് ചോദിക്കാനുണ്ടോ? അവ പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. ഈ സ്ഥലം വിശുദ്ധമാണ്. സ്വർഗത്തിലെ ദൂതന്മാർ പോലും വിശുദ്ധന്മാരാണ്. അതുകൊണ്ടാണ് സൈന്യത്തിന്റെ അധിപതിയായി വലിയ യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്നത്. അതായത് വിശുദ്ധർക്ക് വലിയ യുദ്ധം ചെയ്യാൻ കഴിയും. യോശുവ ചെരുപ്പഴിച്ചു കളഞ്ഞ് സാഷ്ടാംഗം വീണു. മുൾപ്പടപ്പിൽ ഈ സ്ഥലം വിശുദ്ധമാകിയാൽ ചെരുപ്പ് ഊരിയെറി മോശയോട് പറഞ്ഞു. അവൻ കവണ്ണു വീണു. അവന്റെ കയ്യിലുള്ളത് അത്ഭുത വടിയായി മാറി. അവന് വ്യക്തമായ ദർശനങ്ങളും വെളിപ്പാടുകളും അധികാരങ്ങളും ഉണ്ടായി. അവന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ മാറിപ്പോയി. വിശുദ്ധ സ്ഥലത്ത് കവണ്ണു വീണു. ഒരു വ്യക്തി വിശുദ്ധിയോടടുക്കുമ്പോൾ അവന്റെ ജീവിതം മാറുകയാണ്. നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇത് സാക്ഷാൽ ഇസ്രായേൽ. അവനും അത്ഭുതം. അവന്റെ ജീവിതം അവൻ സൂക്ഷിക്കുന്നവൻ അറിയാം. കർത്താവ്, നീ എന്നെ എവിടെ വെച്ച് അറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ ഞാൻ നിന്നെ കണ്ടു, അത്തിയുടെ കീഴിയിരിക്കുന്നു. നമ്മളതൊക്കെ വായിച്ചതാണ്. ഉടനെ നഥനയേൽ പറഞ്ഞു, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. അത് 49-ാമത്തെ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ. ഇനി 50-ാമത്തെ വാക്യം, യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് വിശ്വസിക്കുന്നുവോ? അടുത്തത്, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു കാര്യത്തിലാണോ നീ ആശ്ചര്യപ്പെടുന്നത്? നീ വലിയത് കാണും. ആര്? നിഷ്കളങ്കമായി ജീവിക്കുന്നവർ വലിയ കാര്യങ്ങൾ കാണും. നഥനയേലിനോടാണ് ആ കാര്യം പറഞ്ഞത്. യേശുവിൻ്റെ അടുത്ത് വന്ന എല്ലാവരോടും പറഞ്ഞ പ്രസ്താവനയല്ല. നഥനയേലിനെ പോലെ നിന്നാൽ വലിയ കാര്യങ്ങൾ കാണാൻ കഴിയും. വലിയ കാര്യങ്ങൾ കാണും. യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ്, ഇന്ന് കണ്ട കാര്യങ്ങളിൽ നീ ആശ്ചര്യപ്പെടുന്നുവോ? ഇന്ന് കാണുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. എന്നും ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാണ്. ഇന്ന് കണ്ടതല്ല, ഇതിലും വലിയത് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്. ദാവീദ് തന്നെ പറഞ്ഞു, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. ആസാഫും അങ്ങനെയുള്ള കുറച്ച് പേര്. ദാവീദല്ല. ഞാൻ എൻ്റെ കൈകളൊക്കെ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വെറുതെയായോ? ഇല്ല. ഞാൻ വിശുദ്ധനായത് വെറുതെയല്ല. ദുഷ്ടന്മാർക്ക് കുഴപ്പമില്ലല്ലോ.
ദുഷ്ടന്മാരെല്ലാം വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. കുറ്റമില്ലായ്മയിൽ കൈകൾ കഴുകിയവർ, ജീവിതത്തെ സൂക്ഷിച്ചവർ നന്മകളിലേക്ക് വരും. അതാണ് ആ സങ്കീർത്തനത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്. നഥനയേലിനോട് പറയുകയാണ്, നീ നിന്റെ ജീവിതത്തെ ഓരോ ദിവസവും സൂക്ഷിക്കുന്നത് കൊണ്ട് നീ കാണുന്നത് ചെറിയ കാര്യമായിരിക്കില്ല. ചില പറയില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസത്തിൽ വന്നു, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒരു തെറ്റിലേക്കും പോകാതെ എന്നെ സൂക്ഷിച്ച് ജീവിക്കുകയാണ്. കുഞ്ഞെ, നീ വലിയ കാര്യം കാണും. നീ നിന്നെ തന്നെ സൂക്ഷിക്കുന്നില്ലേ? ദാനിയേലിനെ സൂക്ഷിച്ചപ്പോൾ അവൻ കണ്ടതെല്ലാം വലിയ കാര്യമാണ്. ജോസഫിനെ തന്നെ സൂക്ഷിച്ചു, അപ്പോൾ അവൻ കണ്ടത് വലിയ കാര്യങ്ങളാണ്. ദാനിയേൽ, ജോസഫ് ഇവരെല്ലാം കണ്ടത് ഏറ്റവും വലിയ കാര്യങ്ങളാണ്. പെട്ടെന്നായിരുന്നു അവരുടെ ജീവിതം ഉയർന്നുയർന്നു വന്നത്. എന്താ കാര്യം? അവരെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചത് കൊണ്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ മക്കളായ നമ്മൾ ഈ സത്യം അറിയണം. നീ ഇതിനേക്കാൾ വലിയത് കാണും. നിഷ്കളങ്കർ വലിയ കാര്യങ്ങൾ കാണും. വിശുദ്ധ ജീവിതം നയിക്കുന്നവർ വലിയ കാര്യങ്ങൾ കാണും. പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഏകാഗ്ര ചിത്തന്മാരായി നിൽക്കുന്നവരില്ലേ, അവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ ദൈവത്തിൻ്റെ കണ്ണ് ഭൂമി മുഴുവനും നോക്കി നടക്കുക. അപ്പോഴാണ് പിശാചു തന്നെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. പിശാചു നോക്കി നടന്നപ്പോൾ ഒരുത്തനെ കണ്ടു. അവന് ചുറ്റും എന്താണ്? വേലി കെട്ടിയിരിക്കുകയാണ്. ഇയ്യോബാണ്. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവഭക്തനാണ്. ഊസ് ദേശത്ത് പിശാചു നോക്കുമ്പോൾ ഇവനെ തൊടാൻ പറ്റില്ല. കാരണം ദൈവം സകലത്തിലും വേലി കെട്ടി. ദൈവം വേലി പൊളിച്ചു കൊടുത്തു. എടാ, നിഷ്കളങ്കനെ തകർക്കാൻ പിശാച് നിനക്ക് കഴിയില്ല. അവൻ വീണ്ടും ഇരട്ടിയായി മാറും. നിഷ്കളങ്കന് വരുന്നതെല്ലാം ഇരട്ടി നന്മയായിട്ട് മാറും. എന്തോ ഇത് പറയുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. വലിയ കാര്യങ്ങൾ കാണും. യോബ് വലിയ കാര്യങ്ങൾ കണ്ടു. ജോസഫ് വലിയ കാര്യങ്ങൾ കണ്ടു. ദാവീദ് വലിയ കാര്യങ്ങൾ കണ്ടു. ദാനിയേൽ വലിയ കാര്യങ്ങൾ കണ്ടു. അപ്പോസ്തലന്മാർ വലിയ കാര്യങ്ങൾ കണ്ടു. നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും. നമുക്ക് യേശുവിനെ വിശ്വസിക്കാം. അസാധാരണമായ കാര്യങ്ങൾ കാണാൻ വേണ്ടി തന്നെ ഓരോ ദിവസവും ഇരിക്കണം. ഇന്ന് ഞാൻ കർത്താവെ കിടന്നുറങ്ങുന്നു, നാളെ രാവിലെ ഞാൻ വലിയ കാര്യങ്ങൾ കാണും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽ തീരുന്നതിനുള്ളിൽ ഞാൻ വലിയ കാര്യങ്ങൾ കാണും. ഇന്ന് രാത്രി കർത്താവെ ഞാൻ ഉറങ്ങുന്നു, പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നത് വലിയ നന്മകൾക്കാണ്. ആർക്കാണ് ഈ ധൈര്യം? നീതിമാന്. ആർക്കാണ് ഈ ധൈര്യം? നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവർക്ക്, പാപത്തെ പ്രാണത്യാഗത്തോളം എതിർത്ത് തോൽപ്പിക്കുന്നവർക്ക്. എതിർക്കണമെന്ന്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ജീവൻ പോകുന്നവരെ പാപത്തോട് എതിർക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലൂടെ അത് കയറാൻ അനുവദിക്കരുത്. പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. കൈനോട് പറയണം. പാപത്തിന് എപ്പോഴും നമ്മളിലേക്ക് വരാൻ, രക്ഷിക്കപ്പെട്ടതാണെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരാൻ പാപം ഭയങ്കരമായിട്ട് കൊതിക്കുകയാണ്. പാപത്തിനൊരു ശരീരം വേണം, എന്നാലേ പാപത്തിന് പ്രവർത്തിക്കാൻ കഴിയും. വിശുദ്ധിക്കും ഒരു ശരീരം വേണം, എന്നാലേ വിശുദ്ധിക്കും പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ശരീരം വിശുദ്ധി പ്രവർത്തിക്കാനുള്ളതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ കാണുന്നത്. പാപം ഒരു ശരീരത്തിൽ പ്രവർത്തിച്ചാൽ തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് നാം ഭയപ്പെടണം. വലിയ കാര്യങ്ങൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കേട്ട വചനങ്ങൾ നിമിത്തം ഇവർ ശുദ്ധിയുള്ളവരാണല്ലോ. വലിയ കാര്യങ്ങൾ കാണാൻ നീണ്ട നാളുകളായി ഒരു മറുപടിയും കാണാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ. വലിയ കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയത്, ഇന്ന് വരെ കണ്ടതിൽ ഇവർ ഒതുങ്ങരുത്. ഇതിലും വലിയ കാര്യങ്ങൾ നഥനയേലിനോട് പറഞ്ഞതുപോലെ ഇവർ കാണട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ കാണട്ടെ, വർഷങ്ങളായി കാണാത്ത വലിയ സാമ്പത്തിക ഉയർച്ചകൾ ഇവർ കാണട്ടെ, കുഞ്ഞുങ്ങളുടെ അത്ഭുത ഭാവി അവർ കാണട്ടെ, ദൂതന്മാർ ഇവരുടെ വീട്ടിൽ ഇറങ്ങി വരുന്നത് കാണട്ടെ,
പ്രത്യേക എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. പെന്തക്കോസ് നാളിലുണ്ടായ ഉണർവിൻ്റെ അനുഭവം ഈ മക്കളിൽ ഉണ്ടാകട്ടെ. വലിയ വലിയ അനുഭവങ്ങളുള്ളവരായി ഈ ഓരോ മക്കൾ തീരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. നാളെ ഞായർ രാവിലെ 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് വന്ന് സംബന്ധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. കർത്താവിൻ്റെ വലിയ കൃപകൾ നിങ്ങൾ പ്രാപിക്കണം, ബലപ്പെടണം. കർത്താവിൻ്റെ വലിയ കരുണ നമുക്ക് വീണ്ടും അനുഭവിക്കാം. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.